മകളുടെ ചികിത്സയ്ക്കായി ചൊവ്വാഴ്ചയാണ് ബിന്ദു വീട്ടിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്. ബിന്ദുവിന്റെ മരണവാർത്ത അറിഞ്ഞതോടെ നിരവധി പേർ തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. ബിന്ദുവിന്റെ സംസ്കാരം നാളെ രാവിലെ 11-ന് നടക്കും. രാവിലെ 7 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും. ഇന്ന് രാവിലെയും ബിന്ദു അമ്മ സീതാലക്ഷ്മിയോട് ഫോണിൽ സംസാരിച്ചതാണ്. മകൾ നവമിയുടെ ചികിത്സയ്ക്കു വേണ്ടിയാണ് ബിന്ദുവും വിശ്രുതനും 2 ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മകൻ നവനീത് എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. തലയോലപ്പറമ്പ് ഉമ്മാംകുന്നില വീട്ടിൽ സീതാലക്ഷ്മി മാത്രമാണ് ഉണ്ടായിരുന്നത്. ബിന്ദു മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 2 ദിവസം അഡ്മിറ്റ് ആയതാണ്. ന്യൂറോ സംബന്ധിച്ച ഒരു ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയതാണ്. ബിന്ദു ഇവിടെ ആളുകൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. മക്കള് നല്ല മിടുക്കരായി പഠിക്കുന്ന കുട്ടികളാണ്. മരണവാർത്ത അറിഞ്ഞതിനു പിന്നാലെ സുഹൃത്തുക്കളും പ്രദേശവാസികളും വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. തലയോലപ്പറമ്പിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ബിന്ദു. തിങ്കളാഴ്ച വരാൻ കടയിൽ വന്നു ചേച്ചി. ആശുപത്രി പോവാന്ന് പറഞ്ഞു പോയാൽ ഞങ്ങൾ ഇന്നലെ വരെ എല്ലാവരും വിളിച്ചിരുന്നു. ഇന്ന് വിളിച്ചിട്ടുണ്ട്, എടുക്കണില്ല. ഇതറിഞ്ഞ പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു. ഭർത്താവ് വിശ്രുതൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. നവമി ആന്ധ്രാപ്രദേശിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. റിപ്പോർട്ടർ, കോട്ടയം.